നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിളവൂർക്കലിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. അതായത് ഹോട്ടൽ ഉടമയുടെ ആത്മഹത്യ. സമൂഹ മാധ്യമങ്ങളിൽ താൻ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്ത ശേഷമാണ് ഈ വ്യക്തി ഹോട്ടൽ ഉടമ തൂങ്ങി മരിച്ചത്. വിളവൂർക്കൽ ഈഴക്കോട് ഗ്രീൻ വില്ല ഗാർഡൻസിൽ പ്രദീപാണ് ആത്മഹത്യ ചെയ്തത്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട ശേഷം രാത്രി കാർ പോർച്ചിലെ സീലിംഗ് ഹുക്കിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ ഹോട്ടൽ ഉടമ. കഷ്ടപ്പെട്ട പണം മുഴുവൻ നഷ്ടമായെന്നും ഇനി വയ്യെന്നും പ്രദീപ് വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. മരിക്കണമെന്ന് തനിക്ക് ഒരാഗ്രഹവും ഇല്ല എന്നും പേടിയുണ്ട് തനിക്ക് മരിക്കാൻ, പക്ഷേ മറ്റ് നിവൃത്തിയില്ല എന്നാണ് പ്രദീപ് വീഡിയോയിൽ പറയുന്നത്. 8 വർഷമായി തച്ചോട്ടുകാവ് ജംഗ്ഷന് സമീപം ഹോട്ടൽ നടത്തി വരികയായിരുന്നു പ്രദീപ്. മരണത്തിന് കാരണം രണ്ടാം ഭാര്യയും അവരുടെ അമ്മയും ഹോട്ടലിന് എതിർവശം പെയിന്റിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുമാണെന്നുമാണ് പ്രദീപിന്റെ ആരോപണം. ആദ്യ വിവാഹബന്ധം പിരിഞ്ഞതിന് ശേഷം കുറച്ചുനാൾ മുൻപാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. രണ്ടാം ഭാര്യയുടെ അമ്മയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പ്രദീപ് ആരോപിക്കുന്നു. ആദ്യ വിവാഹത്തിലെ മകൾക്കും രണ്ടാം ഭാര്യയ്ക്കൊപ്പമാണ് പ്രദീപ് താമസിച്ചിരുന്നത്. അപകടത്തിൽപ്പെട്ട് കാലൊടിഞ്ഞ് കഴിഞ്ഞ 1.5 മാസമായി പ്രദീപ് ചികിത്സയിലായിരുന്നു. ഈ സമയം ഭാര്യ തന്നെ യാതൊരു രീതിയിലും സഹായിച്ചിട്ടില്ല എന്നും പ്രദീപ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല അച്ഛനോടും സുഹൃത്തുക്കളോടും മാപ്പ് പറയുന്നുവെന്നും വീഡിയോയിൽ പ്രദീപ് പറയുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി ഒറ്റയ്ക്കാണ് പ്രദീപ് വീട്ടിൽ താമസിച്ചിരുന്നത്. പ്രദീപിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഫോൺ തുറക്കേണ്ടത് എങ്ങനെയാണെന്നും പണം കൊടുക്കാനുള്ളവരുടെ പട്ടികയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയൻകീഴ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് മരിക്കുന്നതെന്നാണ് ഈ വ്യക്തി പ്രദീപ് തൻ്റെ വീഡിയോയിൽ പറയുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ശേഷമാണ് കാർ പോർച്ചിൽ തൂങ്ങി മരിച്ചത്. തച്ചോട്ടാവ് ജംഗ്ഷന് സമീപം ഹോട്ടൽ നടത്തിയിരുന്ന വിളവൂർക്കൽ സ്വദേശിയാണ് മരിച്ചത്. രണ്ടാം ഭാര്യയും അവരുടെ അമ്മയും ഹോട്ടലിന് സമീപമുള്ള ഒരാളുമാണ് മരണത്തിന് കാരണമെന്ന് മരിക്കും മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രദീപ് വ്യക്തമാക്കുന്നുണ്ട്. ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാം ഭാര്യയുടെ അമ്മയെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. സംഭവത്തിൽ മലയൻകീഴ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും അപകടത്തിൽ കാലൊടിഞ്ഞ് പ്രദീപ് ചികിത്സയിലായിരുന്നു. രണ്ടാം ഭാര്യ ഈ ഘട്ടത്തിൽ യാതൊരു രീതിയിലുള്ള സഹായവും നൽകിയില്ല എന്ന് പ്രദീപ് തന്റെ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. വൻ സാമ്പത്തിക ബാധ്യത തനിക്കുണ്ട്. മാത്രമല്ല തന്റെ അച്ഛനോട് സുഹൃത്തുക്കളോട് മാപ്പ് പറയുന്നുവെന്നും പ്രദീപ് വ്യക്തമാക്കുന്നുണ്ട്. പണം കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ്, ഫോൺ തുറക്കേണ്ട വിധമൊക്കെ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നുവെങ്കിൽ പോലും മരിക്കാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് പറഞ്ഞാണ് പ്രദീപ് തന്നെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത്. 3 വ്യക്തികൾക്കെതിരെ, രണ്ടാം ഭാര്യ, രണ്ടാം ഭാര്യയുടെ മാതാവ്, അതുപോലെ തന്നെ ഹോട്ടലിന് സമീപത്തുള്ള മറ്റൊരു കടയിലെ വ്യക്തി, ഈ 3 പേർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് പ്രദീപ് മരിക്കുന്നതിന് മുമ്പ് ആ വീഡിയോ പറയുന്നതും വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നതും. തീർച്ചയായിട്ടും പ്രദീപിന്റെ മരണത്തിന് പിന്നിലുള്ളവർക്ക് അല്ലെങ്കിൽ കാരണക്കാരായവർക്ക് കൃത്യമായ നടപടി അവർക്കെതിരെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന മറ്റൊരു ആത്മഹത്യ. ആ ഒരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. അതായത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ ആൺ സുഹൃത്ത് റൂമിലെത്തി നോക്കിയപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം റൂമിലെത്തിയത്. തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിച്ചു, ബഹളം വെച്ചു. ഇതോടെ പരിസരത്തിലുള്ളവരെത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ മരണം സംഭവിച്ചു എന്നാണ് വിവരം. ഭർത്താവുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയായിരുന്ന ചിന്നു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. അടുത്തിടെയായി ആൺസുഹൃത്തും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആൺസുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി. ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും ചിന്നു ഫോൺ എടുത്തില്ല. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് സുഹൃത്തിനെയും കൂട്ടി ഇയാൾ റൂമിലെത്തിയത്. ചിന്നുവിന്റെ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ആദൂർ സ്വദേശി ചിന്നുപാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മ 25 വയസ്സുകാരിയാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാടക മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. കാസർഗോഡ് ഭാഷാ ശൈലിയാണ് ചിന്നു വീഡിയോകൾ അവതരിപ്പിച്ചിരുന്നത്. പാചക, യാത്രാ വീഡിയോകളാണ് ഏറെയും. പ്രൊമോഷൻ വീഡിയോകളും ചെയ്തിരുന്നു. ചിന്നുവിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം. 4 വയസ്സുള്ള മകൻ ചിന്നുവിന്റെ പിതാവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. ആദൂർ ആലന്തടുക്കയിലെ ഗംഗാധരനാണ് രേഷ്മയുടെ പിതാവ്.
കാസർഗോഡ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇൻഫ്ലുവൻസർ ചിന്നുപാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ബന്ധുക്കളുടെ മൊഴിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുശേഷം കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. രേഷ്മയെ ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. യുവതിക്ക് ആത്മഹത്യ ചെയ്യത്തക്ക പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു ഈ 25 വയസ്സുകാരി. 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. ഈ ഫോളോവേഴ്സിനെല്ലാം വലിയ രീതിയിലുള്ള നടുക്കമായി മാറിയിരിക്കുകയാണ് ചിന്നുപാപ്പുവിൻ്റെ മരണം. 1 മാസം മുമ്പ് ചിന്നുപാപ്പു വിവാഹമോചിതയായിരുന്നു. 4 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നുപാപ്പുവിന് നിരവധി വീഡിയോകൾ വൈറലായിരുന്നു. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയും എല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തുന്ന ചിന്നുപാപ്പുവിൻ്റെ വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരുള്ളത്. മരണത്തിനു പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് കാസർഗോഡ് പോലീസ് നിലവിൽ ആയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഗാസിയാബാദിൽ സംഭവിച്ച് നടക്കുന്ന ഒരു വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമ്മൾ നോക്കുകയാണ്. ഗാസിയാബാദിൽ 3 സഹോദരിമാർ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ്. ഗാസിയാബാദിലെ റെസിഡൻഷ്യൽ ടൗൺഷിപ്പായ ഭാരത് സിറ്റിയിലെ ഫ്ളാറ്റിന്റെ 9ാം നിലയിൽ നിന്ന് ചാടിയാണ് പാഗി 12 വയസ്സുകാരി, പ്രാചി 14 വയസ്സുകാരി, നിഷിക 16 വയസ്സുകാരി എന്നിവർ ആത്മഹത്യ ചെയ്തത്. കൊറിയൻ ഗെയിമുകളോടും സംഗീതത്തോടുമുള്ള അമിത ആസക്തി കാരണം ഫോണുകൾ പിടിച്ചു ാണ് കുട്ടികളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ പിതാവ് ചേതൻ കുമാറിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. ഇതോടെ കേസിൽ ഒരു ദുരൂഹത വർദ്ധിക്കുകയാണ്. ചേതൻ കുമാർ 3 ഭാര്യമാരായ സുജാത, ഹിന, ടീന എന്നിവരും അവരുടെ 5 കുട്ടികളും അടങ്ങുന്നതായിരുന്നു ഇവരുടെ കുടുംബം. ഇതിൽ ഹീനയുടെ മക്കളാണ് പാഗിയും പ്രാചിയും. ആദ്യ ഭാര്യയായ സുജാതയുടെ മകളാണ് നിഷിക. ഗാസിയാബാദിലെ ഭാരത് സിറ്റിയിലെ 3 കിടപ്പുമുറികളുള്ള ഫ്ളാറ്റിലാണ് കുടുംബം താമസിച്ചിരുന്നത്. എന്നാൽ 9 അംഗ കുടുംബം ഉറങ്ങിയിരുന്നത് ഒരേ മുറിയിലായിരുന്നു എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആദ്യ ഭാര്യ സുജാതയ്ക്ക് ഗർഭം ധരിക്കാനുള്ള ശേഷി ഇല്ലാത്തതിനാലാണ് അവരുടെ സഹോദരി ഹീനയെ വിവാഹം ചെയ്തതെന്ന് ചേതൻ പോലീസിന് മൊഴി നൽകി. എന്നാൽ ഈ മൊഴി തെറ്റാണെന്ന് കുട്ടികളുടെ പ്രായം തെളിയിക്കുന്നു. ആദ്യ ഭാര്യ സുജാതയെ 2010 ചേതൻ വിവാഹം ചെയ്തത്. ഇതിലെ മകളായ നിഷികയ്ക്ക് 16 വയസ്സാണ്. 2ാം ഭാര്യ ഹീനയെ 2012 വിവാഹം ചെയ്തത്. ഈ ബന്ധത്തിലെ മക്കളായ പ്രാചിക്ക് 14 വയസ്സും പഗിക്ക് 12 വയസ്സുമുണ്ട്. 3ാം ഭാര്യ ടീനയെ 2023 ചേതൻ വിവാഹം ചെയ്തത്. മുസ്ലിം സമുദായത്തിൽ ജനിച്ച ഇവരെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയായിരുന്നു വിവാഹം. കുട്ടികളുടെ മരണത്തിന് 15 ദിവസം മുൻപാണ് കുട്ടികളുടെ ഫോൺ ചേതൻ വിറ്റത്. ഈ ഫോൺ പോലീസ് കണ്ടെത്തി. ഫോറൻസിക് പരിശോധനയ്ക്കായി പോലീസ് ഇത് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. 2018 സുജാതയുടെ ഹീനയുടെ സഹോദരി വീടിന്റെ ബാൽക്കണിയിലേക്ക് നിന്ന് വീണ് സമാന രീതിയിൽ മരിച്ചിരുന്നു. മരണത്തെക്കുറിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകാതിരുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. എന്തായാലും കുട്ടികളുടെ മരണത്തിന് പിന്നിൽ എന്താണ്? ആത്മഹത്യയാണോ, കൊലപാതകമാണോ, മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കമുള്ള ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.